കേരള PSC 12/10/2023 നടത്തിയ പെയിൻറ്റർ തസ്തികയുടെ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ പെയിൻറ്റർ തസ്തികയുടെ ചോദ്യവും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 201/2023 ആണ്. ചോദ്യം 1. പെൻസിലിൻ്റെ എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഗം. ഉത്തരം സി ആണ്. ഗ്രാഫൈറ്റും കളിമണ്ണും ചേർന്ന മിശ്രിതം. ചോദ്യം 2. ഗ്ലാസിൽ വരയ്ക്കുന്ന പെൻസിലിൻ്റെ അഗ്രം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം ഡി ആണ്. വാക്സ് അടങ്ങിയ ചായക്കൂട്ട്. ചോദ്യം 3. താഴെ പറയുന്നവയിൽ ബോൾഡ് വിഭാഗത്തിൽ വരുന്ന പെൻസിൽ ഉത്തരം സി ആണ്. 6B. ചോദ്യം 4. എഞ്ചിനീയറിംഗ് വരകൾക്ക് ഉപയോഗിക്കുന്ന പെൻസിൽ ഉത്തരം സി ആണ്. 2H. ചോദ്യം 5. ഡ്രോയിങ് പേപ്പറുകളിൽ ഏറ്റവും കൂടുതൽ കാലം ഈട് നിൽക്കുന്നത് ഉത്തരം ബി ആണ്. കോട്ടൺ ഫൈബർ പേപ്പർ. ചോദ്യം 6. ഡ്രോയിങ് പേപ്പറിൻ്റെ മെട്രിക് സ്കെയിലിൽ ഏറ്റവും വലിയ അളവ് ഏത്? ഉത്തരം സി ആണ്. A0. ചോദ്യം 7. താഴെ പറയുന്നവയിൽ പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തു ഏത്? ഉത്തരം സി ആണ്. തടി അരച്ച് ഉണ്ടാക്കുന്ന കുഴമ്പ്. ചോദ്യം 8. വാം കളറിൽ ഉൾപ്പെടുന്ന നിറം ഏത്? ഉത്തരം എ ആണ്. മഞ്ഞ. ചോദ്യം 9. ചുവപ്പ് നിറത്തിൻ്റെ കൂടെ ഏത് നിറം കൂടി ചേർക്കുമ്പോഴാണ് ടിൻസ് കിട്ടുന്നത്? ഉത്തരം ഡി ആണ്. വെള്ള. ചോദ്യം 10. പച്ചയുടെ പരിപൂരക നിറം ഏത്? ഉത്തരം ബി ആണ്. ചുമപ്പ്. ചോദ്യം 11. ബ്രഷിൻ്റെ ഹാൻഡിലും ബ്രിസ്റ്റലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഏത്? ഉത്തരം സി ആണ്. ഫെറൂൾ. ചോദ്യം 12. ഫ്ലാറ്റ് ബ്രഷിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം സി ആണ്. ചിസൽ ഹെഡ്. ചോദ്യം 13. ആർട്ട് വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന ബ്രഷ് ഏതാണ്? ചോദ്യം 13. ഉത്തരം എ ആണ്. ഫിൽബർട്ട് ബ്രഷ്. ചോദ്യം 14. സഷൻ ഫീഡ് കപ്പ് ഗണ്ണിൽ പെയിൻറ്റ് കപ്പ് എവിടെ ആയിരിക്കും? ഉത്തരം ബി ആണ്. ഗണ്ണിൻ്റെ താഴെ. ചോദ്യം 15. താഴെ പറയുന്നവയിൽ ഏതാണ് സ്പ്രേ ഗണ്ണിൻ്റെ നീഡിലിനും എയർ ക്യാപ്പിനും ഇടയിൽ വരുന്ന ഭാഗം? ഉത്തരം സി ആണ്. ഫ്ലൂയിഡ് ട്രിപ്പ്. ചോദ്യം 16. സ്പ്രേ ഗണ്ണിൻ്റെ കണ്ടെയ്നർ ക്യാപ്പിൻ്റെ മുകളിലെ സുഷിരത്തിൻ്റെ പേര് എന്ത്? സ്പ്രേ ഗണ്ണിൻ്റെ കണ്ടെയ്നർ ക്യാപ്പിൻ്റെ മുകളിലെ സുഷിരത്തിൻ്റെ പേര് എന്ത്? ഉത്തരം എ ആണ്. വിൻഡ് ഹോൾ. ചോദ്യം 17. ഇരുമ്പ് പ്രതലത്തിൽ നിന്നും പഴയ പെയിൻറ്റ് ഇളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് ഏത്? ചോദ്യം 17. ഉത്തരം ബി ആണ്. പെയിൻറ്റ് ഹോൾ. ഉത്തരം ബി ആണ്. സ്ക്രബ്ബർ. ചോദ്യം 17. ഉത്തരം ബി. സ്ക്രബ്ബർ. ചോദ്യം 18. അബ്രസീവ് ബ്ലാസ്റ്റ് ക്ലീനിങ്ങിൻ്റെ ഉപയോഗിക്കുന്ന വസ്തു ഏത്? ഉത്തരം സി ആണ്. സാൻഡ്. ചോദ്യം 19. ഫ്രെയിം ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഏത്? ഉത്തരം എ ആണ്. ഓക്സിജൻ അസറ്റൈൻ. ചോദ്യം 20. ഗ്ലാസ് പേപ്പർ, ഗാർനറ്റ് പേപ്പർ, എമിരി പേപ്പർ എന്നിവ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ചോദ്യം 20. ഉത്തരം ബി ആണ്. സർഫസ് പ്രിപ്പറേഷൻ. ചോദ്യം 21. ചിപ്പിംഗ് ഹാമർ ഉപയോഗിക്കുന്നത് ഏത് പ്രതലത്തിലെ പഴയ പെയിൻറ്റ് ഇളക്കിക്കളയാനാണ്? ചോദ്യം 21. അതിൻ്റെ ഉത്തരം ബി ആണ്. ലോഹം. ചോദ്യം 22. പലകയിലെ പഴയ പെയിൻറ്റ് ഇളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം? ചോദ്യം 22. ഉത്തരം എ ആണ്. ചീവൂളി. ചോദ്യം 23. ചുവരിലെ പഴയ പെയിൻറ്റ് ഇളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ചോദ്യം 23. ഉത്തരം ബി ആണ്. സ്ക്രബ്ബർ. ചോദ്യം 24. താഴെ പറയുന്നവയിൽ പവർ ടൂൾസ് ക്ലീനിങ് മെഷീൻ ഏതാണ്?
ചോദ്യം 24. ഉത്തരം എ ആണ്, വയർ ബ്രഷ്. ചോദ്യം 25. ഒരു മെറ്റലിൽ ഏതെങ്കിലും കെമിക്കൽ റിയാക്ഷനിൽ കൂടി സംഭവിക്കുന്ന ദ്രവീകരണത്തിന് പറയുന്ന പേര് എന്ത്? ഉത്തരം സി ആണ്, ഗ്ലൈക്കൊറേഷൻ. ചോദ്യം 26. ലോഹങ്ങൾ ആസിഡുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ദ്രവീകരണത്തിന് എന്താണ് പറയുന്നത്? ലോഹങ്ങൾ ആസിഡുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ദ്രവീകരണത്തിന് പറയുന്ന പേര്? ഉത്തരം ബി ആണ്, വൈറ്റ് കൊറോഷൻ. ചോദ്യം 27. ഒരു ലോഹപ്രതലത്തിൽ സാധാരണയായി ഇലക്ട്രോലൈറ്റായി പ്രവർത്തിക്കുന്നത് ഏത്? ഒരു ലോഹപ്രതലത്തിൽ സാധാരണയായി ഇലക്ട്രോലൈറ്റായി പ്രവർത്തിക്കുന്നത്? ഉത്തരം എ ആണ്, മോയിസ്ചർ. ചോദ്യം 28. ഇരുമ്പിൻ്റെ പുറത്ത് ദാരം പോലെ ഉണ്ടാകുന്ന ദ്രവീകരണത്തിന് പറയുന്ന പേര്? ഉത്തരം ഡി ആണ്, പിറ്റ് കൊറോഷൻ. ചോദ്യം 29. ഇരുമ്പ് തുരുമ്പെടുക്കുന്ന പ്രക്രിയയിൽ ചൂട് കൂടുന്ന പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കും? ഇരുമ്പ് തുരുമ്പെടുക്കുന്ന പ്രക്രിയയിൽ ചൂട് കൂടുന്നത് പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കും? ചോദ്യം 29. ഉത്തരം ബി ആണ്, പ്രവർത്തനം ത്വരിതഗതിയിൽ ആക്കും. ചോദ്യം 30. തുറസായ സ്ഥലത്ത് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് ഓക്സിഡൈസേഷൻ സംഭവിക്കുന്ന ലോഹം ഏത്? ചോദ്യം 30. ഉത്തരം സി ആണ്, ഇരുമ്പ്. ചോദ്യം 31. സിമൻറ്റ് പെയിൻറ്റിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സിമൻറ്റ് ഏത്? സിമൻറ്റ് പെയിൻറ്റിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പെയിൻറ്റ്? ഉത്തരം വൈറ്റ് സിമൻറ്റ്. ചോദ്യം 32. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തീയെ പ്രതിരോധിക്കുന്ന സിമൻറ്റ് ഏത്? ചോദ്യം 32. ബി ആണ് അതിൻ്റെ ഉത്തരം, ആസ്പെറ്റോസ് പെയിൻറ്റ്. ചോദ്യം 33. സിമൻറ്റ് പെയിൻറ്റിൽ ഉപയോഗിക്കുന്ന സോൾവെൻറ്റ് ഏതാണ്? സിമൻറ്റ് പെയിൻറ്റിൽ ഉപയോഗിക്കുന്ന സോൾവെൻറ്റ്? ഉത്തരം സി ആണ്, വാട്ടർ. ചോദ്യം 34. ഓയിൽ പെയിൻറ്റിൽ ഡ്രയറിൻ്റെ അളവ് എത്ര ശതമാനത്തിൽ കൂടുതൽ പാടില്ല? ഉത്തരം ബി ആണ്, 10%. ചോദ്യം 35. സാധാരണയായി ഓയിൽ പെയിൻറ്റിൽ ഉപയോഗിക്കുന്ന സോൾവെൻറ്റ് ഏതാണ്? സാധാരണയായി ഓയിൽ പെയിൻറ്റിൽ ഉപയോഗിക്കുന്ന സോൾവെൻറ്റ്? ഉത്തരം എ ആണ്, ടർപ്പൻറ്റൈൻ. ചോദ്യം 36. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലന ശേഷിയുള്ള പെയിൻറ്റ് ഏത്? ചോദ്യം 36. ഉത്തരം ബി ആണ്, ബ്രോൺസ് പെയിൻറ്റ്. ചോദ്യം 37. സ്പിരിറ്റ് വാർണിഷിൽ അടങ്ങിയിരിക്കുന്നവ? ഉത്തരം ബി ആണ്, സ്പിരിറ്റ് ഷെല്ലാക്ക്. ചോദ്യം 38. വാട്ടർ വാർണിഷ് നിർമ്മാണത്തിൽ താഴെ പറയുന്ന വസ്തുക്കൾ ഏതാണ് വെള്ളത്തിൽ ലയിക്കുന്നത്? ചോദ്യം 38. ഉത്തരം ബി ആണ്, ഷെല്ലാക്ക്. ചോദ്യം 39. ഓയിൽ വാർണിഷിൽ അടങ്ങിയിരിക്കുന്ന ഘടകം ഏത്? ഓയിൽ വാർണിഷിൽ അടങ്ങിയിരിക്കുന്ന ഘടകം? ഉത്തരം സി ആണ്, ലിൻസീസ് ഓയിൽ. ചോദ്യം 40. പെയിൻറ്റിൽ പൗഡർ രൂപത്തിൽ ഉപയോഗിക്കുന്ന മെറ്റാലിക് ഓക്സൈഡിൻ്റെ പേര് എന്ത്? ചോദ്യം 40. ഉത്തരം ബി ആണ്, ബേസ്. ചോദ്യം 41. ഈ തരത്തിലുള്ള ബ്രഷുകൾ ഉരുണ്ടതും പരന്നതും 0 മുതൽ 12 വരെയുള്ള അളവുകളിലും ലഭിക്കും. ഇത് ഉപയോഗിച്ച് അക്ഷരങ്ങൾ എഴുതാനും സൈൻ ബോർഡുകൾ വരയ്ക്കാനും ചിത്രങ്ങൾ പെയിൻറ്റ് ചെയ്യാനും ഉപയോഗിക്കാം. ചോദ്യം 41. ഉത്തരം സി ആണ്, ആർട്ടിസ്റ്റ് ബ്രഷ്. ചോദ്യം 42. ലോഹപ്രതലം തുരുമ്പ് പിടിച്ചാൽ ഈ തരത്തിലുള്ള ബ്രഷുകൾ ഉപയോഗിച്ച് ഉരച്ച് വൃത്തിയാക്കാവുന്നതാണ്. ഇത് പോളിഷ് ചെയ്ത പ്രതലങ്ങളിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ചോദ്യം 42. ഉത്തരം ഡി ആണ്, വയർ ബ്രഷ്. ചോദ്യം 43. ഏത് പ്രതലത്തിലും ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഡാഷ് ഡിഗ്രിയിലാണ് ബ്രഷ് പിടിക്കേണ്ടത്? ചോദ്യം 43. ഉത്തരം ബി ആണ്, 60 ഡിഗ്രി. ചോദ്യം 44. വൃത്തിയുള്ളതും പരന്നതും വലുതുമായ ഒരു പ്രതലം വേഗത്തിൽ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ഡാഷ് വിധത്തിലുള്ള ബ്രഷ് ഉപയോഗിക്കാം. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഏരിയ പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ചോദ്യം 44. ഉത്തരം ഡി ആണ്, റോളർ ബ്രഷ്. ചോദ്യം 45. ലോഹപ്രതലത്തിൽ പെയിൻറ്റ് ചെയ്യുന്നതിന് മുൻപായി നിർബന്ധമായും പ്രതലം വൃത്തിയാക്കേണ്ടതാണ്. ചിലതരം പ്രതലത്തിൽ പഴയ പെയിൻറ്റ് നല്ല കട്ടിയിലുണ്ടാകും. അത് കത്തിച്ച് ഉരുക്കിക്കളയും. ഇതിനുവേണ്ടി ഡാഷ് ഉപകരണം ഉപയോഗിക്കാം. ചോദ്യം 45. ഉത്തരം ഡി ആണ്, ബ്ലോ ലാമ്പ്. ചോദ്യം 46. അക്ഷരങ്ങൾ, ചെറിയ ഡിസൈൻ നമ്പർ തുടങ്ങിയ പേപ്പർ, എക്സ്റേ ഷീറ്റ്, കാർഡ്ബോർഡ് എന്നിവയ്ക്ക് ഏതെങ്കിലും എഴുതുകയോ
വരയ്ക്കുകയോ ചെയ്തതിന് ശേഷം അതിൻ്റെ രൂപത്തിന് മാറ്റം വരാതെ ഉൾഭാഗം മുറിച്ചു മാറ്റി മറ്റൊരു പ്രതലത്തിലേക്ക് പ്രിൻ്റ് എടുക്കാറുണ്ട്. ഇതിനെ ഡാഷ് എന്നാണ് പറയുന്നത്. ചോദ്യം 46. ഉത്തരം എ ആണ് സ്റ്റെൻസിലിംഗ്. ചോദ്യം 47. ഈ തരത്തിലുള്ള ബ്രഷ് 3 വിഭാഗത്തിലുണ്ട്. പ്രഷർ ടൈപ്പ്, ഫൗണ്ടൻ ടൈപ്പ്, ഡിപ്പ് ടൈപ്പ്. താഴെ ഉള്ളതിൽ ഏത് ബ്രഷാണ്? ചോദ്യം 47. ഉത്തരം ബി ആണ് റോളർ ബ്രഷ്. ചോദ്യം 48. കളർ കണ്ടെയ്നർ സ്പ്രേ ഗണ്ണിന് മുകളിലായി സെറ്റ് ചെയ്താൽ അത്തരത്തിലുള്ള ഗണ്ണിനെ ഡാഷ് എന്ന് പറയും. ഉത്തരം എ ആണ് ഗ്രാവിറ്റി ഫീഡ് ഗൺ. ചോദ്യം 49. സാധാരണയായി വർക്ക്ഷോപ്പുകൾ, ഫാക്ടറികൾ എന്നിവിടങ്ങളിൽ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പെയിൻറ്റിംഗ് ജോലിക്കായി ഡാഷ് തരത്തിലുള്ള പെയിൻറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ചോദ്യം 49. ഡി ആണ് സ്പ്രേ പെയിൻറ്റിംഗ്. ചോദ്യം 50. ലോഹ പ്രതലങ്ങൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുൻപായി ആൽക്കലി ഉപയോഗിച്ച് വൃത്തിയാക്കാറുണ്ട്. ഇതിന് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഡാഷ് ആണ്. ഉത്തരം ബി ആണ് കാസ്റ്റിക് സോഡ. ചോദ്യം 51. ലോഹപ്രതലത്തിലുള്ള കുഴികൾ, വിള്ളലുകൾ, പോറലുകൾ എന്നിവ പുട്ടി ഉപയോഗിച്ച് നിരപ്പാക്കുന്നു. ഈ പ്രക്രിയയെ ഡാഷ് എന്ന് പറയുന്നു. ചോദ്യം 51. ഉത്തരം സി ആണ് സ്റ്റോപ്പിംഗ്. ചോദ്യം 52. മരപ്രതലങ്ങൾക്ക് സംരക്ഷണവും ഈടുനിൽപ്പും ഭംഗിയും ലഭിക്കാനായി ഉപയോഗിക്കുന്ന നൈട്രോസെല്ലുലോസ് അടങ്ങിയിട്ടുള്ളതും പെട്ടെന്നുണങ്ങുന്നതുമായ ഒരു ദ്രാവകമാണ്. ചോദ്യം 52. ഉത്തരം എ ആണ് ലാക്യൂസ്. ചോദ്യം 53. ഭിത്തികളിലും സീലിംഗിലും പെയിൻറ്റ് ചെയ്യുന്നതിന് മുൻപായി ഡാഷ് പ്രൈമർ അടിച്ചാൽ വളരെ നല്ലതാണ്. ചോദ്യം 53. ഉത്തരം ഡി ആണ് ആൽക്കലി റെസിസ്റ്റ് പ്രൈമർ. ചോദ്യം 54. പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയ പ്രതലത്തിൽ ചിലപ്പോൾ വെളുത്ത പൗഡർ പോലെ കാണപ്പെടാറുണ്ട്. പെയിൻറ്റ് നന്നായി മിക്സ് ആകാതെ വന്നാലും ചിലതരം പിഗ്മെൻ്റ് അനുയോജ്യമല്ലാതെ വന്നാലും ഇത് സംഭവിക്കാം. ഇതിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ബി ആണ് ചോക്കിംഗ്. ചോദ്യം 55. പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയ പ്രതലത്തിൽ ചിലപ്പോൾ പെയിൻറ്റ് പ്രൈമറുമായി ഒട്ടിച്ചേരാതെ പൊളിഞ്ഞു പോകുന്നു. ഗുണനിലവാരം കുറയുമ്പോൾ ഈർപ്പമുള്ള പ്രതലത്തിൽ പെയിൻറ്റ് ചെയ്താൽ ഇങ്ങനെ വിവിധ കാരണങ്ങളുണ്ട്. ഇതിനെ ഡാഷ് എന്നാണ് പറയുന്നത്. ചോദ്യം 55. ഉത്തരം സി ആണ് പീലിംഗ്. ചോദ്യം 56. സ്പ്രേ പെയിൻറ്റിങ്ങിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപാകതയാണ് ഇത്. സ്പ്രേ ഗൺ പ്രതലത്തോട് അടുത്ത് പിടിച്ചാലും പ്രഷർ കുറഞ്ഞാലും കൂടുതൽ പെയിൻറ്റ് സ്പ്രേ ചെയ്താലും ഇത് സംഭവിക്കാം. ഉത്തരം എ ആണ് ഓറഞ്ച് പീൽ. ചോദ്യം 57. പെയിൻറ്റ് ചെയ്ത പ്രതലം ഉണങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കളർ മങ്ങിപ്പോവുകയോ തിളക്കം നഷ്ടപ്പെടുകയോ ചെയ്യാറുണ്ട്. ഈ അപാകത ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരം ബി ആണ് ഫെയ്ഡിങ്. ചോദ്യം 58. ഡാഷ് എന്നാൽ പെയിൻറ്റ് അടിച്ച് ഉണങ്ങിക്കഴിയുമ്പോൾ ചെറിയ കുമിളകൾ പോലെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇത് തടയാൻ പ്രതലം നന്നായി വൃത്തിയാക്കുക, ഈർപ്പമില്ലാതെ പെയിൻറ്റ് അടിക്കുക. ഉത്തരം 58. ഉത്തരം ഡി ആണ് ബ്ലീസ്റ്ററിങ്. ചോദ്യം 59. ഇനാമൽ പെയിൻറ്റ്, വാർണിഷ് ഇവ പ്രതലത്തിൽ അടിക്കുമ്പോൾ കൂടുതൽ അളവിൽ ആയാൽ ഉണങ്ങിക്കഴിയുമ്പോൾ ചുരുണ്ടു പോകാറുണ്ട്. ഗുണനിലവാരം കുറഞ്ഞ പെയിൻ്റ് ആയാലും ഇത് സംഭവിക്കും. ചോദ്യം 59. ഉത്തരം സി ആണ് റിംഗ്ലിംഗ്. ചോദ്യം 60. സാധാരണ ഭിത്തികളിൽ സർഫസ് ക്ലീനിങ് നന്നായി നടത്തിയില്ലെങ്കിലും ഗുണനിലവാരം കുറഞ്ഞ പെയിൻറ്റ് ഉപയോഗിച്ചാലും വിള്ളലുകൾ കാണാറുണ്ട്. ഇത് ഡാഷ് എന്നറിയപ്പെടുന്നു. പിന്നീട് പെയിൻറ്റ് അടർന്നു പോകുന്നു. ഇതിൻ്റെ ഉത്തരം ഡി ആണ് ക്രാക്കിംഗ്. ചോദ്യം 61. തെർമോസെറ്റിംഗ്, തെർമോപ്ലാസ്റ്റിക് എന്നീ പൗഡറുകൾ ഏത് പെയിൻറ്റിങ്ങിനാണ് ഉപയോഗിക്കുക? ചോദ്യം 61. ഉത്തരം ഡി ആണ് പൗഡർ കോട്ടിംഗ്. ചോദ്യം 62. ഇൻഡസ്ട്രികളിൽ സ്പ്രേ പെയിൻറ്റ് അടിക്കുന്നതിന് മുൻപായി വിസ്കോസിറ്റി ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിസ്കോസിറ്റി കപ്പ് ഇതിനായി ഉപയോഗിക്കുന്നു. എന്നാൽ ഇതിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഡാഷ് ആണ്. ഉത്തരം ബി ആണ് സെക്കൻഡ്. ചോദ്യം 63. പെയിൻറ്റ് ചെയ്യുന്നതിന് മുൻപായി ലോഹപ്രതലത്തിൽ പുട്ടി തേച്ച് കുഴികൾ, പോറലുകൾ, വിള്ളലുകൾ എന്നിവ അടച്ച് ലെവലാക്കാറുണ്ട്. ചിലപ്പോൾ
പെയിൻറ്റ് ഉണങ്ങിക്കഴിയുമ്പോൾ ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നു. ഇതിനെ പറയുന്ന പേര്. ചോദ്യം 63. ഉത്തരം ബി ആണ്, പിൻഹോൾഡ്. ചോദ്യം 64. പെയിൻറ്റ് ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ കനം, ഡ്രൈ ഫിലിം തിക്നെസ് അളക്കാറുണ്ട്. ഇതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഉത്തരം ഡി ആണ്, എൽക്കോമീറ്റർ. ചോദ്യം 65. പെയിൻറ്റിങ്ങിൻ്റെ തിളക്കം ഗ്ലോസ് വാല്യൂ അടയാളപ്പെടുത്താറുണ്ട്. ഇത് ഗ്ലോസ് വാല്യൂ രേഖപ്പെടുത്തുന്നത് ലൈറ്റ് റിഫ്ലക്ഷൻ അനുസരിച്ചാണ്. ഗ്ലോസ് വാല്യൂ സൂചിപ്പിക്കുന്നത് ഡാഷിൽ ആണ്. ചോദ്യം 65. ഉത്തരം ഡി ആണ്, നമ്പർ. ചോദ്യം 66. മെറ്റൽ ഫെറൂൾ എന്നത് ഒരു പെയിൻറ്റിംഗ് ഉപകരണത്തിൻ്റെ ഭാഗമാണ്. ഇത് നിക്കൽ കോട്ട് ചെയ്ത് അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ ആകാം. ഏത് ഉപകരണത്തിൻ്റെ ഭാഗമാണ് ഇത്? ചോദ്യം 66. ഉത്തരം ബി ആണ്, ബ്രഷ്. ചോദ്യം 67. ഹോപ്പർ ടാങ്ക് ഒരു പെയിൻറ്റിംഗ് ഉപകരണത്തിൻ്റെ ഭാഗമാണ്. ഏത് ഉപകരണത്തിൻ്റെ? ചോദ്യം 67. ഉത്തരം ഡി ആണ്, പൗഡർ കോട്ടിംഗ്. ചോദ്യം 68. ലോഹപ്രതലത്തിൽ ലോഹനാശനം തടയുന്നതിന് വേണ്ടി പൂശാറുള്ള റെഡ്, ലെഡ്, സിങ്ക്, ക്രോമേറ്റ്, സിങ്ക് റിച്ച് എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നവയാണ്? ഉത്തരം സി ആണ്, പ്രൈമർ. ചോദ്യം 69. പൗഡർ കോട്ടിംഗ് നടത്തുന്നതിന് ഏത് തരം സ്പ്രേ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഡി ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഗൺ. ചോദ്യം 70. എയർ പ്രഷറിൻ്റെ ശക്തിയായ തള്ളൽ മൂലം സ്പ്രേ ഗണ്ണിൽ നിന്നും പെയിൻറ്റ് ചെറിയ സുഷിരത്തിൽ കൂടി ശക്തിയായി ഏറ്റവും ചെറിയ കണികകളായി പ്രതലത്തിൽ പതിക്കുന്നു. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം ബി ആണ്, അറ്റോമൈസേഷൻ. ചോദ്യം 71. DTP എന്നാൽ എന്താണ്? ചോദ്യം 71. ഉത്തരം ബി ആണ്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. ചോദ്യം 72. താഴെ തന്നിട്ടുള്ളവയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത്? ഉത്തരം ഡി ആണ്, ബയോസ്. ചോദ്യം 73. USB എന്നാൽ എന്താണ്? ചോദ്യം 73. ഉത്തരം സി ആണ്, ഒരു പെൻഡ്രൈവ് ആണ്. ചോദ്യം 74. താഴെ പറയുന്നവയിൽ ചോദ്യം 73. USB എന്നാൽ എന്താണ്? ഉത്തരം യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ്. യൂണിവേഴ്സൽ സീരിയൽ ബസ്. ചോദ്യം 73. ചോദ്യം 74. താഴെ പറയുന്നവയിൽ സെക്കൻഡറി മെമ്മറി അല്ലാത്തത് ഏത്? ചോദ്യം 74. ഉത്തരം എ ആണ്, ബാർകോഡ് റീഡർ. ചോദ്യം 75. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം 75. ഉത്തരം സി ആണ്, എയും ബിയും ശരിയാണ്. ചോദ്യം 76. കോറൽ ഡ്രോയിൽ എഡിറ്റ് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ചോദ്യം 76. ഉത്തരം സി ആണ്, Ctrl+Shift+T. ചോദ്യം 77. CDR എന്നത് ഏത് ടൈപ്പ് ഫയലിനെയാണ് സൂചിപ്പിക്കുന്നത്? CDR എന്നത് ഏത് ടൈപ്പ് ഫയലിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം എ ആണ്, കോറൽ ഡ്രോ. ചോദ്യം 78. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത്. ഉത്തരം സി ആണ്, ഫോട്ടോഷോപ്പ് ഒരു വെക്റ്റർ ഗ്രാഫിക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ചോദ്യം 79. Shift+P എന്ന ഷോർട്ട് കട്ട് കീ ഫോട്ടോഷോപ്പിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ചോദ്യം 79. ഉത്തരം ഡി ആണ്, പേജ് സെറ്റപ്പ്. ചോദ്യം 80. സ്റ്റെപ്പ് ഫോർവേഡിനെ സൂചിപ്പിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? സ്റ്റെപ്പ് ഫോർവേഡിനെ സൂചിപ്പിക്കുന്ന ഷോർട്ട് കട്ട് കീ. ഉത്തരം ബി ആണ്, Shift+Ctrl+Z. ചോദ്യം 81. പെയിൻറ്റും അനുബന്ധ ദ്രാവകങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട സ്ഥലം എവിടെയാണ്? ചോദ്യം 81. ഉത്തരം എ ആണ്, തണുത്തതും വരണ്ടതുമായ സ്ഥലത്ത്. ചോദ്യം 82. എന്താണ് സ്റ്റാർവിങ്? എന്താണ് സ്റ്റാർവിങ്? ചോദ്യം 82. ഉത്തരം ബി ആണ്, തീ കെടുത്തുന്നതിന് തീയിൽ നിന്നും ഇന്ധനം നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് സ്റ്റാർവിങ് എന്നാണ് പറയുന്നത്. ചോദ്യം 83. എന്താണ് PPE? എന്താണ് PPE? ഉത്തരം ബി ആണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. ചോദ്യം 84. ഫയറിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഫയറിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഉത്തരം ബി ആണ്, ഇന്ധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ചോദ്യം 85. റോഡ് സൈൻ
മാർക്കിങ്ങിന് സാധാരണയായി ഉപയോഗിക്കുന്ന പെയിൻറ് ഏത്? ചോദ്യം 85. ഉത്തരം ബി ആണ്, ഫ്ലൂറസെൻ്റ് പെയിൻറ്. ചോദ്യം 86. ഇളം ഓറഞ്ച് നിറത്തിലുള്ള ബേസിൽ കുറുകെ ചരിച്ച കറുത്ത സ്ക്രിപ്പ് രൂപത്തിൽ പ്രദർശിക്കുന്ന സിമ്പൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ചോദ്യം 86. ഉത്തരം എ ആണ്, ഹൈലി റേഡിയോ ആക്റ്റീവ് ഹസാർഡ്. ഹൈലി റേഡിയോ ആക്റ്റീവ് ഹസാർഡ്. ചോദ്യം 87. സുരക്ഷാ ചിഹ്നങ്ങളെ പ്രധാനമായും എത്രയായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്? 87. ഉത്തരം സി ആണ്, 4ആയി. ചോദ്യം 88. എന്താണ് BIS? BIS എന്താണ്? ചോദ്യം 88. ഉത്തരം സി ആണ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ചോദ്യം 89. BIS കളർ കോഡിംഗ് സിസ്റ്റം അനുസരിച്ച് കുടിവെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനിൽ ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് കളർ ഏതാണ്? ചോദ്യം 89. ഉത്തരം ബി ആണ്, സീ ഗ്രീൻ. ചോദ്യം 90. നോമിനൽ ബാർ 80-ന് താഴെയുള്ള പൈപ്പ് ലൈനുകളിൽ നൽകുന്ന ഫസ്റ്റ് കളർ ബാൻഡിൻ്റെ വീതി എത്രയാണ്? ചോദ്യം 90. ഉത്തരം ബി ആണ്, 25 mm. ചോദ്യം 91. താഴെ തന്നിട്ടുള്ളവയിൽ മാർക്കിംഗ് ടൂളിന് ഉപയോഗിക്കുന്നത് എന്താണ്? ഉത്തരം എ ആണ്, മോർട്ടിസ് ഗേജ്. ചോദ്യം 92. താഴെ തന്നിരിക്കുന്നവയിൽ സ്ട്രെയിറ്റ് കട്ടിംഗ് സോ അല്ലാത്തത് ഏത്? ചോദ്യം 92. ഉത്തരം ബി ആണ്, കോമ്പസ് സോ. ചോദ്യം 93. ചട്ടങ്ങളുടെ നിർമ്മാണത്തിനായി ഫ്രെയിം സാധാരണയായി ഉപയോഗിക്കുന്ന കാർപ്പൻട്രി ജോയിൻ്റ് ഏതാണ്? ചോദ്യം 93. ഉത്തരം സി ആണ്, ലാപ്പ് ജോയിൻ്റ്. ചോദ്യം 94. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം 94. ഉത്തരം സി ആണ്, കാലിപ്പർ ഒരു സിമ്പിൾ ഇൻഡയറക്റ്റ് മെഷീനിങ് ടൂളാണ്. ചോദ്യം 95. എന്താണ് SWG? ചോദ്യം 95. ഉത്തരം എ ആണ്, സ്റ്റാൻഡേർഡ് വെയർ ഗേജ്. ചോദ്യം 96. താഴെ പറയുന്നവയിൽ 2 ലോഹ ഷീറ്റുകളുടെ അരികെ പരസ്പരം കോർത്ത് പ്രസ് ചെയ്ത് കൂട്ടിച്ചേർക്കുന്നതിന് ജോയിനിങ് രീതി എന്താണ്? ചോദ്യം 96. ഉത്തരം ബി ആണ്, മെക്കാനിക്കൽ ജോയിൻ്റ്. ചോദ്യം 97. എന്താണ് HDPE? HDPE എന്നാൽ എന്താണ്? ചോദ്യം 97. ഉത്തരം എ ആണ്, ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ. ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ. ചോദ്യം 98. റേഞ്ചുകൾ എത്ര വിധമാണ് ഉള്ളത്? ചോദ്യം 98. ഉത്തരം ബി ആണ്, 2 വിധം. ചോദ്യം 99. 2 പൈപ്പുകളെ തമ്മിൽ എളുപ്പത്തിൽ ഘടിപ്പിക്കുന്നതിനും അഴിച്ചു മാറ്റുന്നതിനും സഹായകമായ ഫിറ്റിംഗ് ഏതാണ്? ചോദ്യം 99. ഉത്തരം സി ആണ്, യൂണിയനാണ്. ചോദ്യം 100. താഴെ പറയുന്നവയിൽ പ്ലംബിംഗ് ഹാൻഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ചോദ്യം 100. ഉത്തരം സി ആണ്, ഡ്രാമൽ. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.